അങ്ങനെ ആദ്യം എനിക്ക് വേണ്ടി ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. അമ്മയാണ് സത്യം. ഞാൻ വിചാരിച്ചു മറ്റേ ഇവിടെ പോയിട്ട് പ്രോഗ്രാം ചെയ്തിട്ടില്ല, എന്താണ് നൈലയുടെ HFM പോയി പ്രോഗ്രാം ചെയ്തപ്പോൾ അവിടുത്തെ കുട്ടീനെ നമ്മുടെ ജീൻ്റെ വൈഫല്ലേ അല്ലേ, ജീൻ്റെ വൈഫിന് ജീൻ്റെ വൈഫ് അതിങ്ങനെ ടച്ച് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഓക്കെ ജസ്റ്റ് ഒരു എർത്ത് വരും. എൻ്റെ അമ്മയാണ് സത്യം. എൻ്റെ നെറ്റിക്ക് തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ നക്ഷത്രം ഞാൻ എണ്ണിപ്പോയി. ആ സമയത്ത് ഞാൻ ആ പേര് വിളിച്ച് പറഞ്ഞു എന്ന് ഞാൻ സംശയിക്കുന്നു. എന്താ കാട്ടെ, പക്ഷെ അതൊരു ഗംഭീരമായിരുന്നു. പക്ഷെ ആദ്യം എന്തെങ്കിലും ഞാൻ പറയാം, ജയൻ്റെ ഒരു മെമ്മറിയിലേക്ക് ഏതെങ്കിലും ഒരു മെമ്മറി ബേസ് ചെയ്തിട്ട് സംഭവിച്ചു. കറക്റ്റ്. അന്ന് ആ ATM അല്ല, അതല്ല, അത് മെമ്മറി അല്ല. ATM എന്ന് വെച്ചാൽ എനിക്കറിയാലോ, ചേട്ടൻ എനിക്കറിയാലോ. അറിയാമോ? അല്ല, ഞാൻ ഞാൻ മാറ്റിയല്ലോ. ATM പാസ്പോർട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ഡ്രൈവറുടെ ഒരു മുഖം ഇനി ചേട്ടൻ എനിക്കല്ലോ തരാൻ പോണേ. അതുകൊണ്ട് ഞാൻ അവനെ വിട്ടു. ശരി, ചെറിയ അത് വേണ്ട. എന്താ പറയുക, 1-2 ഷോക്ക് റീസെൻ്റ്ലി നമ്മൾ ചെയ്യുന്നുണ്ട്. സംതിങ് സിമിലർ ചെയ്താൽ പറയാം. ഇത് പിന്നെ ടച്ച് ഐ ഡി ആണോ അല്ല പാസ്വേഡ് ആണോ? പാസ്പോർട്ട് നമ്പറിലോ? 6 4 4. അതൊന്ന് റബ് ചെയ്യോ? എനിക്ക് പാറ്റേൺ ഒന്ന് മോനെ ശരി പടത്തിൽ ചെയ്തിട്ടുണ്ടോ? അപ്പം എന്തായാലും ചെയ്യാം. എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം, ചേട്ടന് വീട്ടിലിരിക്കാൻ പറ്റും, വീട്ടിലിരിക്കാൻ പറ്റും. പക്ഷെ ഇമ്പാക്ട് പോകും പുറത്ത് ചെയ്താൽ ഇല്ല, വാ. അത് നിങ്ങൾ കണ്ടാൽ മതി. പക്ഷേ ഇത് ഒരു കാര്യമുണ്ട്, പറ്റിക്കാൻ എന്തായാലും പാടില്ല. ഇത് ഇല്ല, പക്ഷെ അങ്ങനെയല്ല. ഞാൻ മുമ്പിൽ വെച്ചൊന്നും ടച്ച് ചെയ്തിട്ടില്ല. അതല്ല, ഞാൻ എന്നെ പറ്റിക്കണമെന്നുള്ള നമ്മൾ നോക്കും. അല്ല, ഇത് വെച്ചാൽ പിന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ ആയതുകൊണ്ട് എന്നെ എപ്പോഴും ചാലഞ്ച് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇപ്പം ചാലഞ്ച് ചെയ്തത് അത് പോയി. ഞാൻ എടുത്തോ കൈ ഇവിടെ വെക്കുക. എന്നിട്ട് നിങ്ങളോടെ എല്ലാവരും കാണാമല്ലോ. റെഡിയല്ലേ? പിന്നെ ഇപ്പം ഈ പാസ്പോർട്ട് എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല. വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഇനി അതിൽ ഇത് ടൈപ്പ് ചെയ്യാൻ പോവാണെന്ന് മനസ്സിലായിരിക്കും. ഓക്കെ, പക്ഷേ ഇല്ല, ഒറ്റടിക്കൊന്നും ചെയ്യരുത്. 1 at a time ഇത് ടൈപ്പ് ചെയ്യുന്ന ആൾ വിചാരിക്കും. കുറച്ച് ടൈപ്പ് പിടിക്കും. ഓക്കെ, എന്തിങ്ങനെ ഈ ഫോൺ കാണാമോ? ശരി, ഇപ്പം ചേട്ടൻ ഞാൻ 1 at a time ഇത് ടൈപ്പ് ചെയ്യുവാണ് ഇതിൻ്റെ പാസ്വേഡ്. ഓക്കെ, മെസ്സേജ് ഒക്കെ വായിച്ചു. മെസ്സേജ് കുടുംബകലകാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇവരെ മിസ്റ്റർ ആദി മസിൽ ബീഡിങ് അറിയാതെ പോലും കുടുംബത്തിൽ വെച്ചിരുന്നത് കുടുംബകലം ഉണ്ടായിക്കളെ. എത്ര പേര് കാണാൻ എനിക്ക് പ്രശ്നമില്ല. മാറിക്കേ പണിയോ അതൊന്നും വിശ്വസിക്കരുത്. കുടുംബത്തിൽ കയറ്റാം. എല്ലാ രഹസ്യങ്ങളും എന്താ പറയാ, ഓഫ്കോഴ്സ് നമ്മുടെ ബ്രദറിനെ പോലെ നമുക്ക് അതിൻ്റെ അല്ല. അപ്പൊ ഈ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് അടിക്കാൻ ഭയങ്കര എളുപ്പമല്ലോ. ഈ ലോകത്തെ ഏറ്റവും വലിയ കള്ളനാണ് ഈ കണ്ടോളൂ. മെന്റലിസ്റ്റ് എന്നുള്ള പേരിലാണ് ഇദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. ഓൾറെഡി പിന്നെ രഞ്ജിത്തേട്ടൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രൊഫൈലാണ് ചേട്ടനുള്ളത്. അപ്പോൾ അതിൽ സീനൊക്കെ ഉണ്ട്. അതിപ്പോൾ അതും കൂടി ഞാൻ അല്ലല്ല, അതല്ലേ ഞാൻ ആലോചിച്ചത്. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സുഖമായിട്ടൊരു ബാങ്ക് മാത്രമാണ് നമ്മൾ ലൈഫിൽ നിങ്ങളുടെ സത്യം നിങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം കള്ളനാകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതായി പോയതാണോ? അബദ്ധത്തിൽ ഒരു രക്ഷയില്ല. അപ്ഡേറ്റഡ് കളർ. തരാം, അതെ.